ഇന്ന് ഞാൻ ഒരുപാട് എഴുതി സുധമ്മ. എനിക്ക് എഴുതാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ മാറി. ഞാൻ നന്നായി എഴുതി. എഴുതിയപ്പോൾ എനിക്ക് മനസ്സ് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് റിലാക്സേഷൻ നല്ലോണം ഉണ്ട്. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ചെറുപ്പകാലത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. 10th എക്സാമിന് ഒരുപാട് ഡിപ്രഷൻ അടിച്ചിട്ടാണ് ഞാൻ എഴുതിയത്. അത്രമാത്രം ടെൻഷൻ അടിച്ചിട്ടാണ്. കാരണം എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ടെൻഷൻ്റെ അങ്ങേയറ്റം ആയിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് എൻ്റെ ലൈഫിലുടനീളം എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ ഞാൻ എന്നറിയാവുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റേതായ ആൾക്കാരുടെ അടുത്ത് ഞാൻ പോയി ചോദിച്ചിരുന്നു, ഇതിനെന്താണ് പ്രതിവിധി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെയും ഒരു ഉത്തരം കിട്ടിയിരുന്നില്ല. എനിക്ക് അതുവരെയും കിട്ടാത്ത ആ ഉത്തരങ്ങൾ ഇന്ന് 40ാമത്തെ വയസ്സിലാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ചിന്തകൾ, എങ്ങനെ അത് തിരിഞ്ഞു വരുന്നു, നമ്മുടെ മക്കളിൽ എങ്ങനെ ബാധിക്കുന്നു, ഇതൊക്കെ എനിക്കിപ്പോൾ ക്ലിയറാണ്. എൻ്റെ മനസ്സിലിപ്പോൾ ക്ലിയറാണ്. ഇതിന് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് മാറ്റങ്ങൾ വരുള്ളൂ എന്ന് എനിക്ക് വ്യക്തമായി തുടങ്ങി. ഇന്ന് എൻ്റെ പിന്നിലേക്കുള്ള നോട്ടങ്ങൾ കുറഞ്ഞു തുടങ്ങി. ആദ്യം വളരെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് മുമ്പോട്ട് വരാൻ തീരെ പറ്റിയിരുന്നില്ല. ഞാൻ പിന്നിലേക്ക് അഥവാ പോയി എന്ന് തോന്നുന്ന നിമിഷം ഞാനത് പിടിച്ചെടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ആ ചിന്തകൾ എത്രത്തോളം നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നു എന്നുള്ള അറിവ് തന്നെയാണ്. ഇന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് കടപ്പാടും നന്ദിയും എൻ്റെ സുധാമ്മയോടുണ്ട്. കാരണം എനിക്ക് അന്ന് കിട്ടാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും എല്ലാം എനിക്കിപ്പോൾ കിട്ടി. എൻ്റെ ലൈഫിൽ തെറ്റ് തിരുത്താൻ എനിക്കിന്ന് സാധിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ നേരായി കൊണ്ടുവന്നാൽ എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുള്ളൂ എന്നുള്ളത് ശരിക്കും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയാണ് എല്ലാതും. അമ്മയാണ് ഒരു മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ അമ്മയുടെ ചിന്തകൾ തന്നെയായിരിക്കണം, അച്ഛനെക്കാട്ടിലുപരി. അതുകൊണ്ട് ഇപ്പം ഞാൻ വളരെയധികം വളരെയധികം നമ്മളെ സെൽഫ് ലവ് ചെയ്യുന്നത് കണ്ടാൽ മാത്രമേ കുട്ടികൾ സെൽഫ് ലവ് ചെയ്യുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഞാൻ ഒട്ടും എന്നെ നോക്കിയിരുന്നില്ല. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമെന്ന് കാണുമ്പോൾ നമ്മുടെ മക്കൾക്കും ആ ഒരു ചിന്തകൾ. ഇത്രയും കാലം പോലും എനിക്കിപ്പോൾ 2-3 വർഷം ഞാൻ നല്ല രീതിക്ക് നടക്കാൻ പോലും തുടങ്ങിയിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് ശരിക്കും. എല്ലാം നല്ലത് തന്നെയായിരുന്നു. എല്ലാം നല്ലൊരു അറിവിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞാനിന്ന് തിരിച്ചറിയാണ്. താങ്ക് യു ഓൾ, ലവ് യു ഓൾ, ബ്ലെസ് യു ഓൾ.